ആ എഴുന്നേറ്റില്ലേ ഇപ്പൊ? ബാ ചായ കുടിക്ക്, എണീക്ക്, എണീറ്റ്. നീ അവിടെ വച്ചാ ചായ കുടിക്കുന്നേ, ഇത് തണുത്താ പിന്നെ. എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. സുഖമില്ല. എന്താ പറ്റി? നീ അവനൊന്ന് വിളിക്കാമോ? അവനെ ഇപ്പൊ വിളിക്കണോ? ഒന്ന് വിളിച്ചു നോക്കടാ. അവൻ എഴുന്നേറ്റ് കാണത്തില്ല, വെള്ളിയാഴ്ച അല്ലേ ഇന്ന്. നോക്ക്, ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ ചേട്ടാ. ആ എഴുന്നേറ്റായിരുന്നോ? ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ വിളിച്ചേ. ഇല്ല ചേട്ടാ, ഞാൻ എഴുന്നേറ്റില്ല. ചേട്ടന്റെ ഫോൺ കണ്ടോണ്ട് എഴുന്നേറ്റോ? പിന്നെ എന്താ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. ഞാൻ അപ്പൻ വിളിക്കണോന്ന് പറഞ്ഞായിരുന്നേ. ഇന്ന് രാവിലെ അവനിച്ചിരി ചടങ്ങായിരുന്നു. ഞാൻ അപ്പന്റെ അപ്പൻ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പൻ്റെ കൊടുത്തേക്കാം. ശരിക്കും ജോലിക്ക് രാവിലെ പോണേ. ഓക്കെ, അപ്പനെ കൊടുക്കാമേ. ഹലോ മോനെ. ഹലോ. സുഖാണടാ, കൊഴപ്പൊന്നുമില്ല. എനിക്ക് നിന്നൊന്ന് വിളിക്കണമെന്ന് തോന്നി. അവനിവിടെ എല്ലാ ദിവസവും കുഴപ്പമുണ്ടോ? അവന് കള്ളുകുടി തുടങ്ങിയ പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെ ഇപ്പൊ കണ്ണി കാണുന്നതെല്ലാം വലിച്ച് എറിഞ്ഞ് പൊട്ടിച്ച്, ഇന്നിപ്പോ രാവിലെ എന്തൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അവൻ ഇറങ്ങി പോയിട്ടുണ്ട്. അവനിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാ നമ്മുടെ സ്വത്ത് അവനക്ക് കൊടുക്കണം. ഇപ്പൊ അതാണ് ഇപ്പൊ അവൻ മെയിനായിട്ട് ഈ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അപ്പം വിഷമിക്കണ്ട, ഞാൻ 4-5 മാസത്തിനകത്ത് അങ്ങോട്ട് വരാം. കമ്പനിയിൽ 2 പേര് ലീവിന് പോയിട്ടുണ്ട്, അവരൊന്ന് വന്നോട്ടെ. അതുകൊണ്ടാണ് ഞാൻ ലീവ് കിട്ടാൻ കഴിയുന്നത്. ഞാൻ വരാം, ഞാൻ വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഓക്കെ മോനടാ, എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ ഉണ്ടാക്കണോടാ. ശരി എന്നാ. അപ്പൊ ചായ കുടിച്ചോ? വേണ്ട, ഉച്ചക്കത്തേനുള്ള ചോറോട് വെച്ചിട്ടുണ്ട്. രാവിലത്തേന് ഇത് കഴിക്കണം. ഗുളിക ഏതാണ്ട് ഉച്ചക്കത്തെ ഗുളിക അതൊക്കെ കഴിക്കാടാ. നീ പോയിട്ടോ. സമയം കുറേ ആയി. മൊബൈൽ കഴിക്കുക. അപ്പൊ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പോയിട്ട് വരട്ടെ. ഒരു 5:30 ആകുമ്പത്തിന് വരാം. നീ ഇന്നും കുടിച്ചിട്ടാ വന്നല്ലേ? നശിച്ച സന്തതി. ഞാൻ എന്റെ പൈസക്കാ കുടിക്കണേ, അങ്ങനെ നിങ്ങൾ തന്നിട്ടൊന്നല്ല. കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട നിങ്ങൾ. ഞാൻ വലിയ ശല്യാണെങ്കിൽ എന്റെ വീടുകളാ നിനക്ക്.
നിന്റെ വീതം അത് സമയമാകുമ്പോ ഞാൻ 3 മക്കൾക്കും കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കും കേട്ടാ. വീതം ചോദിക്കാൻ വന്നേക്കും. നീ എന്താ നീ കാണിക്കണേ? ഞാൻ ഒപ്പിടൂല. വിടപ്പാ. നീ എന്നെ കൊണ്ട് എന്താ ഈ ചെയ്യിക്കണേ? വിട്ടപ്പാ. നടക്കൂലടാ. ആഹാ, അപ്പാ ഉറക്കമാണോ? എന്താ ഒരു മൈൻഡ് ഇല്ലാതെ കിടക്കുന്നേ? ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ആ കൊള്ളാലോ, മിടുക്കനാന്നല്ലോ. ഇത് എന്താ പറ്റി അപ്പ? അപ്പ ബ്ലഡ് ഒന്നുമില്ലടാ. ഒന്നുമില്ലേ? അയ്യോ, ഒന്നുമില്ല. എന്തോ നീ ഇവിടെ കാണിച്ചത്? വിടാനോ? എടാ, നീ അപ്പനെ എന്തോ ചെയ്ത ഇവിടെ? എടാ, വീട് എടാ. ചെറുക്കനെ ദേഹത്ത് ബ്ലഡൊക്കെ ആകിട്ട് അതെല്ലാം കൊണ്ട് ഓടിപ്പോയത്. ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട്. വാ നോക്കാം. നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്കൊക്കെ ഭയങ്കര ശല്യമാണല്ലോ. വണ്ടി വിളിച്ചേ. ഇന്ന് പോയില്ലായിരുന്നോ? ഇല്ല, പിള്ളേരൊരു അംഗം കണ്ട കഞ്ചാവിലും മറ്റേ നമ്മുടെ ഡ്യൂട്ടി നൈറ്റാണോ? നൈറ്റ്. ഇത് മറ്റേ ചേട്ടനെ കുത്തിട്ട് പോയ ചെറുക്കനല്ലേ? അതെ. ഇവൻ 6 മാസം കഴിഞ്ഞ് വരവല്ലേ? എന്തിനുള്ള പുറപ്പാടാണോ? ചേട്ടാ, അപ്പൊ എന്നോട് ക്ഷമിക്കണം. എല്ലാത്തിനും കാരണം എൻ്റെ നശിച്ച കള്ളുകൂടിയാ. സാരല്ലടാ, മക്കള് തെറ്റ് ചെയ്താ അപ്പനല്ലേ പൊറുക്കേണ്ടത്. നിന്റെ കള്ളുകൂടി കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. സാരല്ല. ചേട്ടാ, ക്ഷമിക്കണം ചേട്ടാ. ഇനി ഞാൻ കുടിക്കില്ല. എല്ലാവർക്കും വാക്കാണ്. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ തോന്നൽ നല്ലതാണ്. അതെന്നും നിൻ്റെ ഓർമ്മയിലുണ്ടായിരിക്കണം. നമ്മൾ സഹോദരങ്ങളാണ്. നമ്മുടെ അമ്മ മരിച്ചു പോയിട്ട് 15 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ അച്ഛൻ നമ്മളെ നോക്കിയത് പൊന്നുപോലാണ്. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറയാം. ചേട്ടന് വന്ന ജോലിയിലാണ് ഞാൻ പോയത്. ചേട്ടൻ അപ്പനെയും അനിയന്മാരെയും നോക്കിക്കോളാമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ പോയത്. പിന്നെ നിനക്ക് എൻ്റെ കമ്പനിയിൽ ഒരു ജോലി ഞാൻ നിനക്ക് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നീ ഇവിടെ നാട്ടിൽ നിന്നാൽ ശരിയാവുകയില്ല. അടുത്ത് തന്നെ നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. പോട്ടെ, എല്ലാം പോകട്ടെ. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഇനി പുതിയൊരു ജീവിതത്തിന് വേണ്ടി നമുക്ക് നോക്കാം, ശ്രമിക്കാം. അടുത്ത ദിവസം തന്നെ
നിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. നാളെ തന്നെ നിനക്ക് വിസ വരും. നമുക്ക് പോവാം. ശരിയേട്ടാ.